ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നൊരു അടിപൊളി മീൻ കറിയാണ് വെച്ചേക്കുന്നത് കേട്ടോ. വിളമീൻ എന്ന് പറഞ്ഞൊരു മീനാണ്. നല്ല ദശക്കട്ടിയുള്ളൊരു മീനാണ് കേട്ടോ. അത് ഒരു മീൻ വാങ്ങിച്ചിട്ട് മുറിച്ച് ഒരു തരുവാണ് ചെയ്ത് 600 രൂപയായി. 1.5 കിലോ ഉണ്ടായിരുന്നു മീൻ. 600 രൂപ. കുഴപ്പമില്ല, നല്ല മുറിച്ച് വന്നിട്ട് ഒരുപാട് കഷ്ണങ്ങളുണ്ട്. വയ്ക്കാനും വറക്കാനും ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ദശക്കട്ടിയുള്ള നല്ല കട്ടിയുള്ളൊരു പ്രത്യേക വിളമീൻ എന്ന് പറഞ്ഞാൽ അത് വേറെ പേരുണ്ടോയെന്ന് അറിയില്ല. അങ്ങനെ വേറെ വല്ല പേരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. വിളമീൻ എന്നാണ് പറഞ്ഞത്, അതെന്താണെന്ന് അറിയില്ല. അപ്പോൾ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം ഞാൻ ഇഞ്ചി നേരിയതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിട്ടതിന് ശേഷം വെളുത്തുള്ളി ഒരു 2 ചോള എടുത്തിട്ട് അതും ഇതുപോലെ നേരിയതായിട്ട് അരിഞ്ഞ് അത് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ചുവന്ന ഉള്ളിയില്ലേ, അതും നെടുകെ കീറിയതും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കാം. പിന്നെ ഒരു കഷ്ണം സവാളയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഈ ഉള്ളി വഴറ്റി ചേർക്കണ മീൻകറിക്ക് നല്ല രുചിയാണ്. അപ്പോൾ കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് ഒരു പകുതി തന്നെ എടുത്തില്ല ഞാൻ സവാള, അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി മുരിഞ്ഞ ശേഷം ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇടണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റി, ശരിക്കും ഇത് നന്നായിട്ട് മുരിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഏറെ ടേസ്റ്റാട്ടോ. ഇതുപോലെ നന്നായിട്ട് ഞാൻ ഉരുളിയിൽ ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ചാൽ കഷ്ണം ഒത്തിരി ഉണ്ടല്ലോ. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുമ്പോൾ ചട്ടിയിൽ അത് ഇങ്ങനെ തിക്കായി പോവും. അത് കാരണമാണ് ഞാൻ ഈ ഉരുളിയിൽ വേവിക്കുന്നത് കേട്ടോ. ശരിക്കും മൺചട്ടിയിലൊക്കെയാണ് മീനൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ ഇത്തിരി കഷ്ണം ഉള്ളതുകൊണ്ട് ഞാനിത് ഒരു ഉരുളിയിൽ വയ്ക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി നല്ല മുരിഞ്ഞ് വരണം. എന്നിട്ട് പൊടികളൊക്കെ ചേർക്കാം. അപ്പോൾ അത്രയും ഉള്ളിയൊക്കെ ചേർത്തിട്ട് ശരിക്കും ചുങ്ങിപ്പോവും വറുത്ത് വരുമ്പോഴത്തേക്കും. പിന്നെ ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഒരു കൊഴുപ്പ് കിട്ടും ഇതിന് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി എരിവുള്ളത് 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂൺ കാശ്മീരി മുളകും കൂടി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അത് എനിക്ക് വീഡിയോയിൽ കിട്ടിയില്ല. അതും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞതിന് ശേഷം തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 2ാം പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 1ാം പാലിൻ്റെ കുറച്ച് ഞാനെടുത്ത് ലാസ്റ്റ് ഒഴിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2-3 ചുള കുടംപുളിയാണ് ഇട്ടാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഇതിനകത്ത് മാങ്ങ ഇട്ടൊന്നും ചേരില്ല. അപ്പോൾ അതും കൂടി ഇട്ട് ഈ 2ാം പാലും കൂടി ഒഴിച്ച് ഒത്തിരി കഷ്ണമുള്ളതുകൊണ്ട് ഞാൻ നന്നായിട്ട് തേങ്ങ പിഴിഞ്ഞെടുത്തായിരുന്നു. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഈ മീനൊക്കെ തിളയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പിരിഞ്ഞു പോകും. ഈ മീൻ കഷ്ണങ്ങളൊക്കെ പെറുക്കിയിട്ടതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അധികം വലിയ പീസല്ല, ഒന്നും കൂടി ഞാനത് കട്ട് ചെയ്തായിരുന്നു. കൊണ്ടുവന്നപ്പോൾ വലിയ പീസായിരുന്നു. ഇതുപോലെല്ലാം പെറുക്കിയിട്ടതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഇത്രയും ചട്ടിയിലാകുമ്പോൾ തിക്ക് വരും. അത് കാരണമാണ് ഞാൻ ഈ ഉരുളിയിൽ എടുത്തേട്ടോ. അപ്പോൾ സുഖമായിട്ടിരുന്നുണ്ട് വെന്തോളൂല്ലോ. അപ്പോൾ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് വേവിക്കണമെന്നില്ല. ഇത് പെട്ടെന്ന് വേവണൊരു മീനും കൂടി ആട്ടോ. അധികം വേവൊന്നുമില്ല. ദശക്കട്ടി ഉണ്ടെന്ന് കരുതിയിട്ട് അധികം വേവൊന്നുമില്ല. അപ്പോൾ ഏകദേശം ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചപ്പോൾ ഇത്തിരി ചാറ് കൂടുതലാണോ എന്ന് തോന്നിപ്പോയി എനിക്ക്. പക്ഷേ തിളച്ചൊക്കെ വന്നപ്പോഴത്തേക്കും പാകത്തിന് ഗ്രേവിയൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇച്ചിരി ഉപ്പും കൂടി ഇട്ടതിന് ശേഷം വെന്തിട്ടുണ്ട്. ഇത് ഇനി ഇതുപോലെ ഒന്ന് കുത്തി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ വെന്തോ ഇല്ലെന്നറിയാം. ഇത് പെട്ടെന്ന് വേവണ മീനാട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഈ മീൻ വാങ്ങിച്ചേക്കണത്. വിളമീൻ എന്നാണ് പറയണത്. അങ്ങനെ പറഞ്ഞത് അങ്ങനെയാണ്. ഇനി ഇതിന് വേറെ പേരുണ്ടോ എന്നറിയില്ല. നല്ല ദശക്കട്ടിയുള്ള ഒരു മീനാണിത്. അപ്പോൾ എന്തായാലും വെള്ളമൊക്കെ വറ്റി നല്ല സുഖമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പച്ചമുളക് ഉണ്ടല്ലോ ഇപ്പോഴാട്ടോ ഇടുന്നത്. കാരണം ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ പച്ചമുളക് അങ്ങോട്ട് വെന്ത് ചില പച്ചമുളകിന് കയ്പ്പ് വരും. അപ്പോൾ അധികം വേവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലാസ്റ്റ് ഈ പച്ചമുളക് ഇടുന്നത് കേട്ടോ. അപ്പോൾ അധികം വേഗമില്ല, ഇങ്ങനെ അതിൻ്റെ ആ എരിവ് കിട്ടിക്കോളുകയും ചെയ്യും. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം കേട്ടോ. ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് മീൻകറി. എന്നിട്ട് കറിവേപ്പിലയിട്ട് ഈ വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും ഇതിന്. നല്ല കൊഴുത്ത് വന്നിട്ടുണ്ട് ചാറൊക്കെ. ആദ്യം കണ്ടപ്പോൾ ഇച്ചിരി വെള്ളം ഉണ്ടെന്ന് തോന്നി. കുഴപ്പമില്ല, നല്ല ഇതാണ്.
നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി കേട്ടോ, നല്ല സ്വാദുള്ള മീനാണ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട് ഞാൻ ഇതിനകത്ത്. ഒഴിച്ചതിന് ശേഷം നല്ലോണം തിളച്ചതിന് ഇട്ട് ഒന്നാം പാൽ ചേർക്കാം. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ അങ്ങനെ വല്ലാണ്ട് തിളയ്ക്കണ്ട കേട്ടോ, നല്ല കട്ടിപ്പാലായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ മീൻ കറി ഏകദേശം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി കറി കേട്ടോ. അത് ശരിക്കും നമ്മൾ പിറ്റേ ദിവസമൊക്കെ കൂട്ടുമ്പോൾ അതിൻ്റെ രുചി പെട്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ ചൂടോടെ കൂട്ടുന്നവർക്ക് ചോറിനോടൊക്കെ ഒപ്പം കൂട്ടാനായിട്ട് നല്ലതാണ്. അപ്പോൾ ശരിക്കും കഷ്ണത്തിലേക്ക് ശരിക്കും എരിവും ഉപ്പൊക്കെ പിടിച്ചിരിക്കുമല്ലോ. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ചേർത്തടയ്ക്കാണ്ട് പകുതി അടച്ചതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ആവി ഇതിനകത്തേക്ക് വീഴും. അപ്പോൾ മീൻകറിയൊക്കെ റെഡിയായി. ഇനി നമുക്ക് കുറച്ച് വറുത്താലോ. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1 അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി കൂട്ടി ഇളക്കിയതിന് ശേഷം ഒരു ഇച്ചിരി ചെറു ചൂടുവെള്ളം കൂടി വെച്ച് കുഴയ്ക്കുന്നുണ്ട്. മീൻ ശരിക്കും കുഴഞ്ഞ് ഇരിക്കണമല്ലോ. ഒരു ചെറു ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം കുഴച്ച് ഈ മീനൊക്കെ ഇട്ട്, പിന്നെ ഞാൻ അതിനകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, 2 കഷ്ണം ചെറിയ ഉള്ളി, പച്ചമുളക് ഒക്കെ കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ചതച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാനും മേല എന്നാൽ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി കൂട്ടി യോജിപ്പിച്ച ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ കുഴച്ച് എടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് മീൻ ഇട്ടിട്ട് നല്ലോണം യോജിപ്പിച്ചെടുക്കാം. മീനൊക്കെ പറയുക നന്നായിട്ട് നല്ല കഷ്ണം ഉണ്ടായിരുന്നു കേട്ടോ. 1.5 കിലോ എന്ന് പറയുമ്പോൾ ഒരുവിധം വലിയ മീനായിരുന്നു. എല്ലാം ക്ലീൻ ചെയ്തൊക്കെ തന്നാണ് അവർ. എന്തായാലും നല്ല ടേസ്റ്റുള്ള, ഞാൻ ആദ്യമായിട്ട് കൂട്ടുന്നതിന് ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനാട്ടോ. വറുത്താലും വെച്ചാലും കൂട്ടിയിട്ട് നല്ലതാട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മീനൊക്കെ എൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഇതുപോലെ കുഴച്ച് മീനിലേക്ക് അങ്ങോട്ട് ശരിക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് വെച്ച ശേഷം വറുത്തെടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഞാൻ വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. എന്നിട്ട് വെളിച്ചെണ്ണ ചീനച്ചട്ടിയിൽ, ഈ ചീനച്ചട്ടിയിലാണ് കേട്ടോ ഞാൻ വറുക്കണേ. നോൺ സ്റ്റിക്കിലൊക്കെ വറുത്ത് കഴിഞ്ഞാൽ അത്രയും ശരിക്കും സ്വാദ് കിട്ടണമെങ്കിൽ ഇരുമ്പ് ചീനച്ചട്ടിയിൽ ശരിക്കും വറുത്തെടുക്കണം. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഈ മീൻ അടി പിടിക്കാണ്ടിരിക്കാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 2 കടുക് പൊട്ടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ മീൻ ഇളകിപ്പോരും കേട്ടോ. വറുത്ത മീൻ അടി പിടിക്കാണ്ട് പെട്ടെന്ന് ഇളകിപ്പോരും കണ്ടോ. 2 കടുക് ഇട്ട് കഴിഞ്ഞാൽ അതെൻ്റെ അമ്മ പറഞ്ഞു തന്നൊരു ടിപ്പാട്ടോ. അമ്മയ്ക്ക് മീൻകറിയൊക്കെ വയ്ക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. എൻ്റെ അമ്മ മീൻകറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ അമ്മയ്ക്ക് അത്രയില്ല, മീൻ വറക്കാനും വെക്കാനൊക്കെ അമ്മ നന്നായിട്ട് ചെയ്യും. അപ്പോൾ ഇനിയുണ്ടല്ലോ, ഇത് വറുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പിലും ഈ ചതച്ച മുളകും കൂടി ഇട്ട് ഒരു പ്രത്യേക രുചിയാണ് മീൻ വറുത്തതിന് കേട്ടോ. അപ്പോൾ അതുപോലെ ഇട്ടിട്ടുണ്ട്. 2 ട്രിപ്പ് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് മീൻകറിയും മീൻ വറുത്തതുമാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറി, മീൻ വറുത്തത്. ഇതിനകത്ത് 2 സവാളയും കൂടി ചേർത്ത് ഒരിത്തിരി നാരങ്ങ അങ്ങോട്ട് പിഴിഞ്ഞ് ഈ മീൻ കറി ഈ മീൻ വറുത്തത് കൂട്ടുവാണെങ്കിൽ നല്ല ടേസ്റ്റായിട്ടോ. ഇച്ചിരി നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കണം. അപ്പോൾ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.